ഹലോ, എല്ലാവർക്കും സുഖം തന്നെ. ഗുരുവായൂരൊക്കെ പോയിട്ടൊന്ന് എനിക്ക് വയ്യായിരുന്നു. കാർത്തികയായിട്ട് അവിടെ ആലപ്പുഴയിലൊന്നും പോകാൻ പറ്റിയില്ല, ജോലിക്കൊന്നും പോയില്ല. വയ്യായിരുന്നു, ഭയങ്കര വയറുവേദനയൊക്കെ ആയിപ്പോയി. വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ. പിന്നെ സുഖമില്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു ഇത്. പിന്നെ ഞാനിപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് പേരെന്ന് വെച്ചാൽ ഇപ്പോഴെന്ന് വെച്ചാൽ കുറച്ച് പേരുണ്ടായിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ വിരലിലെണ്ണാവുന്ന കുറച്ച് പേര്. കൂടിപ്പോയാൽ ഒരു 3-4 പേര് മാത്രം കൂട്ടാം. നമ്മളെ കൂടെ നിന്ന് ചതിക്കുന്നവരെയും കാട്ടി, പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന അകന്നു പോകുന്നവരെയും കാട്ടി, നമുക്ക് ആരുമില്ലാതെ നമ്മൾ പൊരുതി മുമ്പോട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ, എൻ്റെ അനുഭവം. ഞാൻ ആരെയും മനസ്സറിഞ്ഞ് ചതിക്കാനോ അവർ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും പോയിട്ടില്ല. പിന്നെ ആരോടെങ്കിലും സ്നേഹം തോന്നിയാൽ അവർ വിളിക്കാറുണ്ട്, സംസാരിക്കും. പിന്നെ എൻ്റെ എന്തെങ്കിലും സന്തോഷമോ എൻ്റെ വിഷമമോ ഒക്കെ വരുമ്പോൾ ഞാൻ അവരെ വിളിച്ച്, അതവർക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നിക്കഴിയുമ്പോൾ അവരിൽ നിന്ന് മാറി നടക്കാറേ ഉള്ളൂ. ആരെയും ഞാൻ അറിഞ്ഞുകൊണ്ട് ശല്യത്തിന് പോകാറില്ല. അറിഞ്ഞുകൊണ്ട് ആരും കൂട്ടുകാരെ ഞാൻ നിങ്ങളോട് പറയുന്നു, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെയും ശല്യപ്പെടുത്താൻ പോകാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ മുമ്പോട്ട് ഇതാവുന്നത് അതുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ സഹായിക്കാനും നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. ഒരു വാക്കുകൊണ്ട് നമ്മൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവരൊന്നും നമുക്കൊരു വീഴ്ചയോ ഒരു താഴ്ചയോ വരുമ്പം ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷേ അതിലും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടായെന്ന് വരും. കൂടെ നിൽക്കുന്നവരോ കൂട്ടുകാരികളോ ചിലപ്പം. അത് വളരെ ചുരുക്കം പേര്. ചിലരൊക്കെ നമ്മൾ ഇത്രയും വിശ്വസിച്ച് അവരെ കൂടെ നിൽക്കുമ്പം അവർ നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്നത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കരമായ വിഷമം തോന്നിയിട്ടുണ്ട്. എനിക്കിട്ട് ഒരുപാട് ശത്രുക്കളുണ്ട്. ഞാൻ പോലും അറിയാതെയാണ് എൻ്റെ ശത്രുക്കൾ കൂടുന്നത്. എനിക്ക് പോലും അറിയില്ല എന്താണ് ഇത്, ഇത്രയും ശത്രുക്കൾ വരാൻ കാര്യം എന്താ. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ ശത്രുക്കൾ അവിടെ ഇങ്ങനെ ശത്രുതാ മനോഭാവം കൂട്ടിക്കൊണ്ടേയിരിക്കും. ഞാനിവിടെ നിന്ന് എൻ്റെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോവുകയും ചെയ്യും. പക്ഷേ എനിക്കിട്ട് നല്ല പണിയുന്ന ആൾക്കാരുണ്ട്. അത് ഞാൻ പിന്നെ അറിയുമ്പോഴാണ്, ഞാൻ ഇത്രയേറെ ജീവന് തുല്യം സ്നേഹിച്ചവരാണല്ലോ എൻ്റെ ശത്രുക്കളെ കൂടെ ചേർന്ന് എനിക്കിട്ട് നല്ല പണി തന്നത് എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നും. ഇപ്പം ഞാൻ അതുകൊണ്ട് ആരുമായി അടുപ്പമൊന്നുമില്ല. വളരെ ചുരുങ്ങിയ പേര്, കുറച്ച് പേര്, അവരുമായിട്ട് മാത്രം. പണ്ടുള്ളവരാരും എൻ്റെ കൂടെ ഇപ്പോൾ ഇല്ല. സ്നേഹം ഉണ്ട് എല്ലാവരുമായിട്ടും. വിളിക്കാറില്ല, സംസാരിക്കാറില്ല, മിണ്ടാറില്ല എന്ന് വെച്ചാൽ അവരുടെ സ്നേഹമുള്ളവരുണ്ട്. എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ വിളിക്കും. ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലാണ്. എൻ്റേതായ കുറച്ച് ആവശ്യങ്ങളുമായിട്ട് ഞാൻ ഭയങ്കരമായ ഒരു ദൗത്യത്തിൻ്റെ പിന്നാലെയാണ്. അതിൻ്റെ പിന്നാലെ പോകുമ്പം എനിക്ക് പിന്നെ വേറൊരു കാര്യത്തിനും ശ്രദ്ധിക്കാനും കഴിയത്തില്ല. വേറെ ആരെ വാക്കുകളും നമ്മളെ വാക്കുകൾ കേൾക്കാത്ത മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അവരെ വഴിയിൽ കൂടെ സഞ്ചരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മളെ വഴികളിലൂടെ സഞ്ചരിക്കുക, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കൊണ്ട് നടക്കേണ്ട ആവശ്യം എന്തേലും. നമ്മൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവർ കേൾക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട്. നമ്മളേതായ ഇതിൽ മുമ്പോട്ട് പോവുക. അത്രയേ ഉള്ളൂ. ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ ഞാൻ പിന്നെ വരുന്നതായിരിക്കും.